ACC-യിൽ ഈ പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ പരാതി നേരത്തെ തന്നെ ലഭിച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ആരോപണങ്ങൾ കടുത്തു വരുമ്പോൾ വീണ്ടും തെളിവുകളോടുകൂടി ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഹണി ഭാസ്കറിനെ പോലുള്ള പ്രവാസി എഴുത്തുകാരി രംഗത്ത് വരുമ്പോൾ സൂചനകളിലൂടെ റിനി ജോർജിനെ പോലെയുള്ള മാധ്യമപ്രവർത്തക കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നോബൽ ബാരിക്കാരൻ ACC-ക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ പരാതിപ്പെട്ടിട്ടും അതും ആ പാർട്ടിയുടെ തന്നെ ഭാഗമായി നിന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. പ്രതിപക്ഷ നേതാവിനോട് പോലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് അവഗണിച്ച് ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളത് പാർട്ടിക്കൊരു പ്രതിസന്ധിയായി തീരുകയാണ്. അങ്ങനെ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് ACC കരുതുന്നു. അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ നടപടിയെടുക്കണം എന്ന നിർദ്ദേശമാണോ KPCC-ക്ക് നൽകിയിരിക്കുന്നത് നോബൽ ബാരിക്കാരൻ? അരുൺ, ഹൈക്കമാൻഡ് കടുത്ത നിർദ്ദേശമാണ് KPCC നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കാരണം അതീവ ഗൗരവമുള്ള വിഷയമാണ് ഈ പരാതി എന്നത്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അതോടൊപ്പം ആരോപണങ്ങളൊക്കെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇത് കൂടുതൽ പ്രതിസന്ധിയായി പ്രശ്നം മുന്നോട്ട് വരും, ഉയർന്നു വരും എന്ന് അവർ അന്നേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയത്. കേരളത്തിലെ പല നേതാക്കളോടും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിലൊരു നടപടി ഉണ്ടാകാതെ ോടെയാണ് നേരിട്ട് ഹൈക്കമാൻഡിനെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി സമീപിച്ചത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദീപാദാസ് മുൻഷി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും വിശദാംശങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് KPCC നേതൃത്വത്തോട് ഇക്കാര്യം കൃത്യമായി പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകി. പരിശോധിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദീപാദാസ് മുൻഷിക്ക് നൽകുകയും വേണം. പ്രത്യേകിച്ച് കേരളത്തിലെ DCC പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരന്തര നേതാക്കളുമായി സമ്പർക്കത്തിലാണ് ദീപാദാസ് മുൻഷി ഉള്ളതും. ആ പശ്ചാത്തലത്തിൽ കൂടി അതിവേഗത്തിൽ ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് പോകണം എന്ന നിർദ്ദേശം ഹൈക്കമാൻഡിന് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പ്രതീക്ഷ കോൺഗ്രസ് വെച്ചുപുലർത്തുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. അതുപോലെ സംസ്ഥാനത്ത് ഒരു യുവ നേതാവിനെതിരെ ഇങ്ങനെയൊരു ആരോപണം, പ്രത്യേകിച്ച് ഇപ്പോൾ ആരോപണങ്ങളുടെ മൂർച്ച വർദ്ധിച്ചിരിക്കുന്നു, തീവ്രത വർദ്ധിച്ചിരിക്കുന്നു, ആരോപണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഇതിൽ നടപടിയെടുത്ത് ഇതിൽ നിന്ന് മുഖം രക്ഷിക്കേണ്ടത് പാർട്ടിയുടെ കൂടി ആവശ്യമാണ്. ആ പശ്ചാത്തലത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ആ തീരുമാനം ഹൈക്കമാൻഡ് പക്ഷേ KPCC നൽകി. KPCC തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അരുൺ, താങ്ക് യു നോബൽ. അപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. അതെപ്പോൾ വരും എന്ന കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ. കാരണം വലിയ പ്രതിഷേധം ഇന്നലെ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായി. CPM-ഉം ഈ രീതിയിൽ പ്രതിഷേധിക്കുമെന്നറിയുന്നു. DYFI കൂടി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ മട്ടന്നൂർ വരുന്നു ഒരിക്കൽ കൂടി. അർജുൻ മട്ടന്നൂർ നേരത്തെ റിന്യൂവുമായി സംസാരിക്കുന്ന സമയത്ത് അവർ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് മാത്രമല്ല, ഈ സൈബർ ആക്രമണം തുടരുകയാണെങ്കിൽ പേര് വെളിപ്പെടുത്തി തന്നെ പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം കൂടി തുറന്നു പറയുന്നുണ്ട്. ഹണി ഭാസ്കറിനെ പോലെയുള്ള ആളുകൾ വിദേശത്ത് നിന്നും ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇയാളുടെ പേര്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണോ യൂത്ത് കോൺഗ്രസും അർജുൻ മട്ടന്നൂർ? തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഈ ആരോപണങ്ങൾ തുടർച്ചയായി ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്ന് തന്നെ പറയാം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സംശയത്തിന് നിഴൽ നിൽക്കുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ ഈ ആരോപണ വിധേയരായവർ, അതോടൊപ്പം തന്നെ ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരൊക്കെ തന്നെ മറുപടി അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ടതാണ്. ഈ ഘട്ടം വരെ അത്തരമൊരു മറുപടിയോ വിശദീകരണമോ ലഭ്യമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ പൂർണ്ണമായും ആത്മവിശ്വാസത്തോടെ ഈ ആരോപണം നിഷേധിക്കാൻ ഈ ആരോപണ നിഴൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ തയ്യാറാകുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംഘടനാപരമായ ഒരു നടപടി തന്നെയാണ് ഈ റിനി അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആ ആരോപണ വിധേയനായ ആളുടെ പേര് പറയാനോ അല്ലെങ്കിൽ പരാതിയിലേക്ക് കടക്കാനോ തയ്യാറാകാത്തത്. എന്തായാലും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ ഇരകൾ അല്ലെങ്കിൽ കൂടുതൽ ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായ കൂടുതൽ സ്ത്രീകൾ ഈ റിനിയുമായി സംസാരിക്കുന്നുണ്ട്. കൂടുതൽ അനുഭവങ്ങളുണ്ട് എന്നവർക്ക് വ്യക്തമാകുന്നുണ്ട്. ഇത് പൂർണ്ണമായും ആരോപണം പാർട്ടിയോ അല്ലെങ്കിൽ ആരോപണ വിധേയനായ ആളോ നിഷേധിക്കുകയാണെങ്കിൽ തെളിവുകളടക്കം പുറത്തുവിടും എന്ന് തന്നെയാണ് റിനി ആൻഡ് ജോർജ് പറയുന്നത്. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തായാലും സംഘടനാപരമായ ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റിനിയുള്ളത്. അതേസമയം നിലവിൽ സൈബർ ആക്രമണം രൂക്ഷമായി തന്നെ താൻ നേരിടുന്നുണ്ട് എന്ന് റിനി പറയുന്നു. ഇന്നലെ ഈ ആരോപണം പുറത്തു പറഞ്ഞത് മുതൽ സൈബർ ആക്രമണം രൂക്ഷമായി നേരിടുന്നുണ്ട്. കോൺഗ്രസിന്റെ സൈബർ പോരാളികളടക്കം തനിക്കെതിരെ സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ അധിക്ഷേപങ്ങളും അടക്കമുള്ള